ഇന്ത്യക്കെതിരെ തലയ്ക്ക് വെളിവില്ലാതെ എന്തും വിളിച്ചു പറയുന്ന രണ്ടുപേർ. ഈ രണ്ടുപേരെ തീറ്റിപ്പോറ്റി വളർത്തുകയാണ് അമേരിക്ക. അമേരിക്കയുടെ കാലാകാലങ്ങളായുള്ള ചെയ്തികൾ ഇങ്ങനെയാണ്. അമേരിക്ക ഒന്ന് നേരിട്ട് ചെയ്യില്ല. ഈ നേരിട്ട് കളത്തിലിറങ്ങി കളിക്കണമെങ്കിൽ അത്യാവശ്യം നെഞ്ചുറപ്പ് വേണം. നമ്മൾ പറയില്ലേ, നട്ടെല്ല് വേണമെന്ന് പറയുമല്ലോ. നട്ടെല്ലില്ല സായിപ്പന്മാർക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് നേരത്തെ അറിയാവുന്നതാണ്. വീണ്ടും വീണ്ടും അടിവരയിട്ട് തെളിയിക്കുകയാണ് ട്രംപിൻ്റെ ഭരണകൂടം കൂടി നിലവിൽ വന്നതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടു പേർ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടു പേരെയാണ് ഇന്ത്യക്ക് നേരെ നിർത്തിയിരിക്കുന്നത്. രണ്ടു പേരിൽ നിന്ന്, അതായത് പിൻവഴി സഹായം ലഭിക്കുന്നത് അമേരിക്കയുടെ. ഇവരെ ശിഖണ്ഡികളെ പോലെ മുന്നിൽ നിർത്തുന്നു, എന്നിട്ട് ഇന്ത്യക്ക് നേരെ വാളോങ്ങുന്നു. ആ രണ്ടു പേർ മറ്റാരുമല്ല. ഒന്ന് പാകിസ്ഥാനെ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച അശേഷം തലയ്ക്ക് വെളിവില്ലാത്ത അസിം മുനീറാണ്, ഫെയിൽഡ് മാർഷൽ എന്ന് പറയുന്ന ഫീൽഡ് മാർഷൽ. മറ്റൊന്ന് വിഘടനവാദം തലയ്ക്ക് പിടിച്ച് പണ്ടാറടങ്ങി ചാകാറാകുന്ന വിഘടനവാദി നേതാവ്, സിഖ് വിഘടനവാദി നേതാവായിട്ടുള്ള ഗുർപത്വന്ത് സിംഗ് പന്നൂർ. ഈ രണ്ടുപേരും അമേരിക്കയെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അമേരിക്ക ഇവരെ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇന്ത്യ വിരുദ്ധത തലയ്ക്ക് പിടിച്ച ഇവർ ഏത് നിമിഷം എന്ത് ചെയ്യുമെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം തലയ്ക്ക് വെളിവില്ലാത്തവർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് എങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും? ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ വീണ്ടും വിഷം ചീറ്റാനുള്ള ഒരു നീക്കത്തിലാണ് അമേരിക്ക. ഇതിൻ്റെ അമേരിക്കയുടെ മൗനാനുവാദവും ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. പാകിസ്ഥാൻ വ്യവസായിയായിട്ടുള്ള ഓണററി കോൺസുലുമായിട്ടുള്ള അദ്നാൻ അസദിൻ്റെ ആതിഥേയത്വത്തിൽ നടന്ന ഒരു ആഡംബര വിരുന്ന്, ഇതിൽ ഇന്ത്യക്കെതിരെ ഒരു വിദേശ സൈനിക വക്താവ് പുറപ്പെടുവിച്ചതിൽ വെച്ച് ഏറ്റവും അപക്വവും അശ്രദ്ധവും പ്രകോപനപരവുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അസിം മുനീർ നടത്തിയത്. അമേരിക്കൻ രാഷ്ട്രീയ നാവിക സംവിധാനങ്ങളുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധം മുൻനിർത്തിയിട്ടാണ് അസിം മുനീറിൻ്റെ ഈ ഒരു ധിക്കാരം എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് പുറത്ത് വന്ന് നിന്നുകൊണ്ട് നേരെ നമ്മുടെ അതേ റാങ്കിലുള്ള നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ നിന്ന് ഒന്ന് അസിം മുനീർ പറഞ്ഞു നോക്കട്ടെ, കളി മാറും. അസിം മുനീർ പിന്നെ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമായിരിക്കും. തീർക്കേണ്ടത് അവിടെ തീർത്തു പോവുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ നയം. അതുകൊണ്ട് അസിം മുനീറിന് ആരുടെയെങ്കിലുമൊക്കെ പിൻബലമില്ലാതെ ഇത്തരത്തിലുള്ള വാക്കസർത്ത് നടത്താനായിട്ട് കഴിയുള്ളൂ. ആരുടെയെങ്കിലുമൊക്കെ പിന്തുണ വേണം. ഇല്ലെങ്കിൽ തല കാണില്ല എന്നുള്ളത് അസിം മുനീറിനറിയാം. അതുകൊണ്ടാണ് അമേരിക്കയിൽ പോയി നിന്നുകൊണ്ട് ഈ വീമ്പിളക്കിയത്. അപ്പോൾ ഈ നമ്മളോട് പറഞ്ഞത് എന്താണ്? ആണവ ഭീഷണി ആണ് നമ്മളോട് മുഴക്കിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ആണവ ഭീഷണി മുഴക്കിയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സ്പോട്ടുകളെല്ലാം തിരഞ്ഞു പിടിച്ച് നമ്മൾ ആക്രമിച്ചത്. ആ ആക്രമണം അമേരിക്കയുടെ നെഞ്ചത്ത് കൊണ്ടു എന്നുള്ളത് അമേരിക്കയെ കൊണ്ട് പറയിപ്പിച്ചു. അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിച്ചു. ഇവർക്ക് പണ്ട് മുതലേ ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ടൈപ്പ്, അല്ലെങ്കിൽ തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഭീകരവാദത്തിന് അമേരിക്കയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ടൈപ്പ്. ആ ടൈപ്പാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. നമുക്കറിയാം, സിറിയയിൽ ISIS പേര് മാറ്റി വന്നപ്പോൾ ഉണ്ടായ അതിൻ്റെ പ്രവർത്തകനായ, അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡൊക്കെ ആയിരുന്ന ഒരാളെ പിടിച്ചിട്ടാണ് അവിടെ ഒരു ഭരണ നേതൃത്വത്തിൻ്റെ തലപ്പത്ത് വെച്ചിരിക്കുന്നത്. പാവയാണ്. അത്തരത്തിൽ പാവ കളിക്കാനാണ് ഇവർക്ക് താല്പര്യമുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത്, നമ്മൾ ഒരു ആണവ രാഷ്ട്രമാണ്, നമ്മൾ തുടച്ചു നീക്കപ്പെടുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ ലോകത്തിൻ്റെ പകുതിയോളം നമ്മൾ കൂടെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഈ ലോകത്തിൻ്റെ പകുതി എന്ന് അസിം മുനീർ എവിടം കൊണ്ടാണ് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലോകത്തിൻ്റെ ഒരു പകുതി ആകുമോ? അപ്പോൾ പകുതി എന്ന് പറയുന്നതിലൂടെ ഇന്ത്യയെ ഉന്നം വയ്ക്കുന്നു. ഇവർക്ക് അനുകൂലമല്ലാത്ത പല രാഷ്ട്രങ്ങളെയും അതിലൂടെ ഉന്നം വയ്ക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ലോകത്ത് എത്രയോ രാജ്യങ്ങൾ, എത്രത്തോളം രാജ്യങ്ങൾ, എത്രയോ വിവിധ വിഭാഗങ്ങൾ, എത്രയോ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ എല്ലാമുണ്ട്. അപ്പോൾ ഇവർക്ക് അനുകൂലമല്ലാത്തവരെല്ലാം ഇവർ ചുട്ടൊരിക്കാൻ നടക്കുകയാണ്. അതുതന്നെയാണ് മതഭ്രാന്ത് തലക്ക് പിടിച്ചാലുള്ളൊരു പ്രശ്നം. ഇവിടെ നമ്മൾ ഇന്നലെയും പറഞ്ഞു, സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം അത് വളരെയധികം ചുട്ട് പൊള്ളിക്കുന്നുണ്ട് പാകിസ്ഥാനെ എന്നുള്ളത് വ്യക്തമാണ്. അവിടെ പല ഗ്രാമങ്ങളുമൊക്കെ വെള്ളത്തിനടിയിലായി, പലതും കടലെടുക്കാൻ നിൽക്കുന്നു.
ആകെ ഓരുവെള്ളം കയറുന്ന അവസ്ഥയിലാണ് ബാക്കിയുള്ള ഭൂപ്രദേശങ്ങളെല്ലാം. ഇവിടെയൊന്നും കൃഷിയോഗ്യമാക്കുക എന്നുള്ളത് ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും നടക്കാൻ പോകുന്ന കാര്യവുമല്ല. അങ്ങനെ മാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് 2ാം മാസത്തിനിടെ മുനീർ നടത്തുന്ന രണ്ടാമത്തെ US സന്ദർശനത്തിനിടെയാണ് ഈയുള്ള വാഗ്വാദങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇങ്ങേര് മുതിർന്ന US രാഷ്ട്രീയ പ്രതിരോധ നേതാക്കളെയൊക്കെ കണ്ടു. US സെൻട്രൽ കമാൻഡർ ജനറൽ മൈക്കൽ കുറില്ലയുടെ വിരമിക്കൽ ചടങ്ങിലും പങ്കെടുത്തു. ഈ മൈക്കൽ കുറില്ല എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെ ഒന്നാന്തരമായി പറഞ്ഞിട്ടുള്ള, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കുരിപ്പാണ്. ആ കുരിപ്പിൻ്റെ ഈ കുരിപ്പ് ഈ പറയുന്ന കുബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലെ ഇവർക്കൊക്കെ ചേരാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ പോയി നിന്ന് നടുനിവർത്തി എന്ന് പറയുന്നത്. അല്ലാത്തടത്ത് വാഴപ്പിണ്ടി ആയിരിക്കും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരാളെ ഇവർ വളർത്തിക്കൊണ്ടുവരുന്നു. അസി മുനീറിനെ ഒരു ഭാഗത്ത് വളർത്തിക്കൊണ്ടുവരുന്നു. മറ്റൊരു ഒരു ഭ്രാന്തൻ എന്ന് പറയുന്നത് പന്നൂനാണ്. ഈ പന്നൂൻ ഇപ്പോൾ നമുക്ക് നേരെ ഒരു വലിയ ഇന്ത്യയുടെ അന്തസ്സിന് നേരെ തന്നെ ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 15-ന് സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ തലവൻ ഗുർപത്വന്ത് സിംഗ് പന്നൂൻ വാഷിങ്ടൺ DC-യിലെ ഇന്ത്യൻ എംബസിക്ക് പുറത്ത് ഖലിസ്ഥാൻ ഫ്രീഡം റാലി എന്ന പേരിൽ ഒരു വലിയ മാർച്ചിനൊക്കെ തയ്യാറെടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. കാനഡയിലായിരുന്നു ഒരു സമയം വരെയും ഇവർ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ഈ US-ൽ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ US ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുമ്പോൾ ഇതിനൊക്കെ പിന്നിൽ US-ന്റെ മൗനാനുവാദം ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. 2019 മുതൽ ഇന്ത്യയിൽ പഞ്ചാബിനെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യയുടെ ഐക്യം തകർക്കാനും ഒക്കെ ലക്ഷ്യമിട്ടുള്ള വിദേശ ശക്തികളുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സിഖ് ഫോർ ജസ്റ്റിസ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ പന്നൂൻ എന്ന് പറയുന്ന പന്നൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റാലിക്കിടെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക കത്തിക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഫൂട്ടേജിൽ, ഒരു വീഡിയോയിലാണ് ഈ പന്നൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഫൂട്ടേജിൽ അദ്ദേഹം ഈ പറയുന്ന പന്നൂൻ പതാക ജ്വലിപ്പിക്കുന്നതും ഇന്ത്യൻ സർക്കാരിനെ പ്രതികരിക്കാൻ ധൈര്യപ്പെടുത്തുന്നതും ഒക്കെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. 2 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 17-ന് പന്നൂനും അവരുടെ കൈക്കാരന്മാരും അവരുടെ ഖലിസ്ഥാൻ റെഫറൻഡം എന്ന് പറയുന്ന വ്യാജേന മറ്റൊരു US ആ ഒരു റെഫറൻഡം എന്നുള്ള വ്യാജേന ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളുമായിട്ട് മറ്റൊരു പരിപാടി കൂടി ഈ പോങ്ങൻ നടത്താൻ പോവുകയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. 2021 ലണ്ടനിൽ ആദ്യമായി ആരംഭിച്ച വിദേശ വോട്ടിംഗ് ഡ്രൈവ് ഉണ്ട്. ജനീവ മുതൽ മെൽബൺ, കാലിഫോർണിയ വരെയുള്ള പാശ്ചാത്യ നഗരങ്ങളിൽ ഉടനീളം സ്വാതന്ത്ര്യ സംസാരം എന്ന മറവിൽ ഇന്ത്യയുടെ സമഗ്രത ഇല്ലാതാക്കാനുള്ള രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ഈ ഖലിസ്ഥാൻ റെഫറൻഡം എന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്ന രീതിയിൽ ഈ പന്നൂൻ എന്ന് പറയുന്ന പന്നൻ വീണ്ടും നടത്താൻ ശ്രമിക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശത്രുതയുടെ വേദിയായിട്ട് US മാറുകയാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടുള്ള മറ്റൊരു രാജ്യം അതിനെ തകർക്കാനായിട്ട് വിഘടനവാദികളെയും അല്ലെങ്കിൽ ശത്രു രാജ്യത്തെയും ഉപയോഗപ്പെടുത്തുന്നു. ഈ വിഘടനവാദികളെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഈ വിഘടനവാദികളെ അല്ലെങ്കിൽ ഭീകരരെയൊക്കെ തേനൂട്ടി പാലൂട്ടി വളർത്തിയിട്ടുള്ള അമേരിക്കയ്ക്ക് അവർ തിരിച്ചു നൽകിയിട്ടുള്ള മറുപടികൾ എന്താണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അമേരിക്ക അത് അത് നടപ്പാക്കി കാണിച്ചത്. ഇത് എങ്ങനെയായിരിക്കും? വിനാശകാലെ വിപരീത ബുദ്ധി വന്നാൽ എങ്ങനെയായിരിക്കും? അമേരിക്കയുടെ സർവനാശത്തിലേക്ക് തന്നെ പോകും. ഒരിക്കൽ പാലൂട്ടി വളർത്തിയവരാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ആ മക്കൾ പുറത്തു വരാനായിട്ട് ഏതാണ്ട് 10 വർഷത്തോളം എടുത്തു എന്നുള്ളതാണ് കണക്ക്. ഈ കണക്കൊക്കെ മറന്നുകൊണ്ട് വീണ്ടും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി വിഘടനവാദികളെ ഇന്ത്യയിലേക്ക് അയക്കാനും ഡീപ് സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള നീക്കവും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുകയാണ് തലയ്ക്ക് ഭ്രാന്തിളകിയിട്ടുള്ള അമേരിക്കൻ ഭരണകൂടം. പക്ഷേ ഇതൊന്നും നല്ലതിനല്ല എന്നുള്ളത് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും.